2022 നടന്ന സിവിൽ എക്സൈസ് ഓഫീസർ എക്സാമിലെ സ്പെഷ്യൽ ടോപ്പിക് ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. 81. അബ്കാരി നിയമത്തിലെ ഏതു വകുപ്പ് പ്രകാരമാണ് കുറ്റകരമായ ഗൂഢാലോചന കുറ്റകൃത്യമാകുന്നത്? ഉത്തരം ഓപ്ഷൻ സി 55D. അടുത്ത ചോദ്യം, അബ്കാരി നിയമപ്രകാരം എത്ര വയസ്സ് മുതലുള്ളവർക്കാണ് മദ്യം കൈവശം വയ്ക്കുവാനും ഉപയോഗിക്കുവാനും അനുവാദമുള്ളത്? ഉത്തരം ഓപ്ഷൻ ഡി 23. 83. താഴെ പറയുന്ന ദിവസങ്ങളിൽ ഏതു ദിവസമാണ് അബ്കാരി ആക്ട് പ്രകാരം ഡ്രൈ ഡേ ആയി വിജ്ഞാപനം ചെയ്തിട്ടുള്ളത്? ഉത്തരം ഓപ്ഷൻ എ ദുഃഖവെള്ളി. 84. താഴെ പറയുന്നതിൽ എക്സൈസ് വകുപ്പിൽ ഏത് ഉദ്യോഗസ്ഥനും അതിനു മുകളിൽ ഉള്ളവർക്കുമാണ് കള്ളുഷാപ്പുകളിൽ പരിശോധന നടത്തുവാൻ അധികാരമുള്ളത്? ഉത്തരം ഓപ്ഷൻ ബി എക്സൈസ് പ്രിവൻറ്റീവ് ഓഫീസർ മുതൽ മുകളിലുള്ളവർക്ക്. 85. NDPS നിയമത്തിലെ ഏതു വകുപ്പ് പ്രകാരമാണ് വധശിക്ഷ നൽകുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി 31A. 86. 15 കിലോഗ്രാം കഞ്ചാവ് കൈവശം വെച്ച് കടത്തിക്കൊണ്ടുവന്ന ഒരു വ്യക്തിക്കെതിരെ NDPS നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. 87. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷൻ പ്രകാരം റെക്ടിഫൈഡ് സ്പിരിറ്റ് റെക്ടിഫിക്കേഷനിലൂടെയോ റീഡിസ്റ്റിലൈസേഷനിലൂടെയോ വേർതിരിച്ചെടുക്കുമ്പോൾ ലഭിക്കുന്ന സ്പിരിറ്റ് അറിയപ്പെടുന്നത്? ഉത്തരം ന്യൂട്രൽ സ്പിരിറ്റ്. 88. സ്പിരിറ്റ് പാനയോഗ്യമല്ലാതെ ആക്കി മാറ്റുവാൻ താഴെ പറയുന്നതിൽ ഏത് വസ്തുവാണ് ഉപയോഗിക്കുന്നത്? ബി ക്രൂഡ് പിരിഡിൻ. 89. ഡിസ്റ്റിലറികളിൽ മദ്യനിർമ്മാണത്തിനായി ഉപയോഗിക്കുന്ന മൊളാസിസുകൾ കടത്തിവിടുന്ന പൈപ്പുകളുടെ നിറം? ഉത്തരം ഓപ്ഷൻ ബി നീല. 90. താഴെ പറയുന്നവയിൽ കേരളത്തിലെ മദ്യ വിൽപ്പന അനുവദിച്ചുകൊണ്ടുള്ള വിവിധ ലൈസൻസുകൾ സംബന്ധിച്ച് ശരിയേത്? ഉത്തരം ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി. 91. കേരളത്തിൽ വിദേശ മദ്യ ചില്ലറ വിൽപ്പനശാല സ്ഥാപിക്കുന്നതിന് സ്കൂൾ കോളേജുകളിൽ നിന്നും വേണ്ട കുറഞ്ഞ ദൂരപരിധി? ഉത്തരം ഓപ്ഷൻ സി 200 മീറ്റർ. 200 മീറ്റർ പരിധിയാണ് കുറഞ്ഞത്. 92. താഴെ പറയുന്നവയിൽ നിയമം മൂലം കേരളത്തിൽ മദ്യവിൽപ്പന നിരോധിച്ചിട്ടില്ലാത്ത ദിവസം ഏത്? ഓപ്ഷൻ ഡി ഓഗസ്റ്റ് 15. മദ്യവിൽപ്പന നിരോധിച്ചിട്ടില്ലാത്ത ദിവസമാണ് ചോദിക്കുന്നത്. ഓഗസ്റ്റ് 15. 93. പൊതുസ്ഥലത്തെ പുകവലി നിരോധിച്ചിരിക്കുന്നത് COTPA ആക്ടിലെ ഏത് വകുപ്പ് പ്രകാരമാണ്? ഓപ്ഷൻ സി 4. 94. സ്കൂൾ പരിസരത്ത് 100 യാർഡ് ചുറ്റളവിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയാൽ COTPA ആക്ട് പ്രകാരം ചുമത്താവുന്ന കൂടിയ പിഴ? ഓപ്ഷൻ സി 200 രൂപ. 95. ഇന്ത്യയിൽ വിൽപ്പന നടത്തുന്ന പുകയില ഉൽപ്പന്ന പാക്കറ്റിൽ എത്ര ശതമാനം സ്ഥലത്ത് പുകയില ഉൽപ്പന്നം ഉപയോഗിച്ചാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് മുന്നറിയിപ്പ് ഉണ്ടാകണം? ഉത്തരം 85% ഭാഗത്തും. 96. ആരോഗ്യത്തിന് ഹാനികരമാവുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയുന്നതിന് നടപടികൾ സ്വീകരിക്കുവാൻ ഭരണഘടനയുടെ എത്രാമത്തെ അനുച്ഛേദത്തിലാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്? ഓപ്ഷൻ സി ആർട്ടിക്കിൾ 47. 97. ലഹരി വിരുദ്ധ ക്യാമ്പയിൻ വിമുക്തി മിഷൻ്റെ ഗവേണിംഗ് ബോഡി ചെയർമാൻ? ഉത്തരം മുഖ്യമന്ത്രി. ഓപ്ഷൻ എ മുഖ്യമന്ത്രി. കേരളത്തിൽ മദ്യ ഉപഭോഗം അനുവദിച്ചിരിക്കുന്നത് എത്ര വയസ്സ് മുതലാണ്? ഈ ചോദ്യം ഇതിനു മുകളിലും ഒന്നുകൂടെ ഉണ്ട്. ഉത്തരം ഓപ്ഷൻ ബി 23. 99. IT ആക്ട് 2000 പ്രകാരം സൈബർ തീവ്രവാദത്തിനുള്ള പരമാവധി തടവ് ശിക്ഷ എത്രയാണ്? ഉത്തരം ഓപ്ഷൻ എ ജീവപര്യന്തം തടവ്. 100. IT ആക്ട് 2000 സെക്ഷൻ 77B പ്രകാരം ഡാഷ് തടവ് ശിക്ഷ പ്രതിപാദിച്ചിട്ടുള്ള കുറ്റങ്ങൾ ജാമ്യം ലഭിക്കാവുന്നതാണ്? ഉത്തരം മുകളിൽ പറഞ്ഞതൊന്നുമല്ല. 2023 നടന്ന വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ എക്സാമിലെ ചോദ്യങ്ങളാണിത്. 81. കേരളത്തിൽ മദ്യപിക്കുന്നവർക്കും മദ്യം വാങ്ങുന്നവർക്കും നിയമപ്രകാരം ഉണ്ടായിരിക്കേണ്ട കുറഞ്ഞ വയസ്സ്?
ഉത്തരം ഓപ്ഷൻ സി 23 വയസ്സ്. ഇതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 82 താഴെ കാണുന്ന പ്രസ്താവനകളെക്കുറിച്ച് നൽകിയിരിക്കുന്ന ഓപ്ഷനുകളിൽ ശരി ഏത്? ജനുവരി 30 കേരളത്തിൽ എല്ലാ മദ്യശാലകളും അടഞ്ഞുകിടക്കണം. ലോകാരോഗ്യ ദിനമായ ഏപ്രിൽ 7 കേരളത്തിൽ എല്ലാ മദ്യശാലകളും അടഞ്ഞുകിടക്കണം. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായ ജൂൺ 26 കേരളത്തിൽ എല്ലാ മദ്യശാലകളും അടഞ്ഞുകിടക്കണം. ദുഃഖവെള്ളി ദിനത്തിൽ കേരളത്തിൽ എല്ലാ മദ്യശാലകളും അടഞ്ഞുകിടക്കണം. ഇതിലേതെല്ലാം ഓപ്ഷനുകളാണ് ശരി? താഴെ തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1, 3, 4 എന്നിവ മാത്രമാണ് ശരി. അതായത് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായ ജൂൺ 26 കേരളത്തിൽ എല്ലാ മദ്യശാലകളും അടഞ്ഞുകിടക്കണം എന്നുള്ളത് ഒരു തെറ്റായ ഓപ്ഷനാണ്, തെറ്റായ പ്രസ്താവനയാണ്. അടുത്ത ചോദ്യം ഒരു പട്ടിക തന്നിട്ടുള്ളതാണ്. ഈ പട്ടികയിലെ മദ്യ ഇനങ്ങളുടെ അളവ് സംബന്ധിച്ച് ചുവടെ കാണുന്ന ഓപ്ഷനുകളിൽ ശരി ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മദ്യ ഇനങ്ങളുടെ അളവാണ് തന്നിരിക്കുന്നത്. അതിൽ ഓപ്ഷൻ ശരി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്. 2, 3 മാത്രം ശരി. 2, 3 ഓപ്ഷൻസ് മാത്രമാണ് ഈ പട്ടികയിൽ ശരിയായിട്ടുള്ളത്. അടുത്ത ചോദ്യം കേരളത്തിൽ ചാരായം നിർമ്മിക്കുന്നതും വിൽപ്പനയും മറ്റും 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയും ലഭിക്കുന്ന കുറ്റങ്ങളായി നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം? ഓപ്ഷൻ ഡി 1997 ഈ നിയമം പ്രാബല്യത്തിൽ വന്നത്. 85 NDPS ആക്ട് 1985 ബാധകമായ പ്രദേശം അല്ലെങ്കിൽ പ്രദേശങ്ങൾ? ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഇന്ത്യയിലെ മുഴുവൻ പ്രദേശങ്ങൾ. 86 2 കഞ്ചാവ് ചെടികൾ നട്ടുവളർത്തിയാൽ NDPS ആക്ട് 1985 പ്രകാരം ലഭിക്കാവുന്ന ശിക്ഷ? ഉത്തരം ഓപ്ഷൻ സി ആണ്. 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയും. 87 മീഥൈൽ ആൽക്കഹോളിൻ്റെ കെമിക്കൽ ഫോർമുല? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. CH3OH. 88 കേരളത്തിൽ അനുമതിയുള്ള 50 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം എത്ര പ്രൂഫ് ലിറ്ററാണ്? ഉത്തരം ഓപ്ഷൻ ബി 37.5. 89 ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് ചട്ടങ്ങൾ പ്രകാരം ആബ്സല്യൂട്ട് ആൽക്കഹോൾ എന്നാൽ എന്ത്? ഉത്തരം ഓപ്ഷൻ സി ആണ്. 99.5% ഈഥൈൽ ആൽക്കഹോളും 0.5% വെള്ളവും അടങ്ങിയത്. 90 കേരളത്തിലെ വിദേശ മദ്യഷോപ്പുകളുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് താഴെ പറയുന്ന ഏത് പ്രസ്താവനയാണ് ശരിയല്ലാത്തത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. 1, 3 അതായത് ശ്രീനാരായണ ഗുരുദേവൻ്റെ സമാധി ദിവസം വിദേശ മദ്യഷോപ്പുകൾ തുറന്നു പ്രവർത്തിക്കാം എന്നുള്ളതൊരു തെറ്റായ പ്രസ്താവനയാണ്. അതുപോലെ മഹാത്മാഗാന്ധി ജനിച്ച ദിവസം വിദേശ മദ്യഷോപ്പുകൾ തുറന്നു പ്രവർത്തിക്കാം എന്നുള്ളതും തെറ്റായ പ്രസ്താവനയാണ്. 91 കേരള സർക്കാർ നികുതി വകുപ്പ് അംഗീകരിച്ച ടൂറിസം സെൻ്ററുകളിൽ പ്രവർത്തിക്കുന്ന FL3 ലൈസൻസ് സ്ഥാപനങ്ങളുടെ പ്രവർത്തന സമയം? ഉത്തരം ഓപ്ഷൻ എ രാവിലെ 10 മണി മുതൽ അർദ്ധരാത്രി 12 മണി വരെ. രാവിലെ 10 മണി മുതൽ അർദ്ധരാത്രി 12 മണി വരെ. 92 FL1 വിദേശ മദ്യ വിൽപ്പന സ്ഥാപനത്തിൽ നിന്നും ഒരാൾക്ക് ഒരു സമയം വില കൊടുത്തു വാങ്ങാവുന്ന വിദേശ മദ്യത്തിൻ്റെ കുറഞ്ഞ അളവ്? ഉത്തരം ഓപ്ഷൻ ഡി 180 മില്ലി, 180 ml. 93 താഴെ പറയുന്നവയിൽ ഏത് പ്രസ്താവനയാണ് കോട്ട്പ നിയമപ്രകാരം ശരിയായിട്ടുള്ളത്? ഉത്തരം ഓപ്ഷൻ സി ആണ്. 2, 3 മാത്രം. അതായത് 18 വയസ്സ് തികയാത്ത ഒരാൾക്കും പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കരുത്. 3 പുകയില ഉൽപ്പന്നങ്ങളുടെ പരസ്യം നൽകുവാനോ പ്രസിദ്ധീകരിക്കുവാനോ പാടില്ല. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. ഒന്നാമത്തെ പ്രസ്താവനയായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ 100 മീറ്റർ അല്ല 200 മീറ്റർ ചുറ്റളവിനുള്ളിൽ പുകയില ഉൽപ്പന്ന വിൽപ്പന നടത്താൻ പാടില്ല. 94 കോട്ട്പ നിയമപ്രകാരം എത്ര മുറികളുള്ള ഒരു ഹോട്ടലിൽ ആണ് സ്മോക്കിംഗ് ഏരിയ പ്രത്യേകം സജ്ജീകരിക്കേണ്ടത്? ഉത്തരം ഓപ്ഷൻ ബി ആണ് 30. 95 സിഗരറ്റ് ഉപയോഗിക്കുന്നത് മൂലം ഉണ്ടാകുന്ന ദൂഷ്യഫലങ്ങൾ കാണിക്കുന്ന മുന്നറിയിപ്പ് ചിത്രങ്ങൾ ഒരു സിഗരറ്റ് കവറിൻ്റെ പുറത്തുള്ള സ്ഥലത്തിൻ്റെ എത്ര ശതമാനം ഭാഗത്ത് പ്രദർശിപ്പിച്ചിരിക്കണം? ഉത്തരം 85% ഭാഗത്ത്. ഇതും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്.
96 കേരളത്തിൽ മദ്യവർജനത്തിന് ഊന്നൽ നൽകിയും മയക്കുമരുന്നുകളുടെ ഉപഭോഗം പൂർണ്ണമായും ഇല്ലാതാക്കുവാനും ലക്ഷ്യമിട്ട് സർക്കാർ രൂപീകരിച്ച ലഹരി വർജന മിഷൻ. ഉത്തരം ഓപ്ഷൻ സി വിമുക്തി. 97 ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഐക്യരാഷ്ട്ര സംഘടനയുടെ 2021 ലഹരി വിരുദ്ധ ദിന സന്ദേശം എന്താണ്? ക്ഷമിക്കണം, ആ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ് കേട്ടോ. 98 ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 47 ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായ പ്രസ്താവന? ഉത്തരം ഓപ്ഷൻ ഡി 1, 3 മാത്രം. 1 ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ലഹരി പാനീയങ്ങളുടെയും മരുന്നുകളുടെയും ഉപയോഗം സർക്കാരിന് നിരോധിക്കാൻ സാധിക്കും. 3 മദ്യനിരോധനം ഏർപ്പെടുത്താൻ സർക്കാരിന് സാധിക്കും. ഇത് രണ്ടുമാണ് ശരിയായ പ്രസ്താവന. 99 IT ആക്ട് 2000 സെക്ഷൻ 43A പ്രകാരം താഴെ പറയുന്നവയിൽ ആരാണ് നഷ്ടപരിഹാരം കൊടുക്കാൻ ബാധ്യസ്ഥൻ? ഉത്തരം ഓപ്ഷൻ ഡി 1, 2, 3. കമ്പനി, പാർട്ട്ണർഷിപ്പ് സ്ഥാപനം, വ്യക്തി 3 പേരും ബാധ്യസ്ഥരാണ്. 100 ഒരു വ്യക്തി IT ആക്ട് 2000 സെക്ഷൻ 43 പറഞ്ഞിരിക്കുന്ന കുറ്റങ്ങൾ സത്യസന്ധതയില്ലാതെയോ വഞ്ചനാപരമായോ ചെയ്യുകയാണെങ്കിൽ ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞതൊന്നുമല്ല.